പത്തനംതിട്ടയിൽ പ്രിയദർശിനി ബസ് തടഞ്ഞ് സ്വകാര്യ ബസ് ജീവനക്കാർ സമയം തെറ്റിച്ച് സർവീസ് നടത്തിയെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. ചുങ്കപ്പാറ മല്ലപ്പള്ളി റൂട്ടിൽ സർവീസ് നടത്തുന്ന KSRTC ബസ്സാണ് വഴിയിൽ തടഞ്ഞിട്ടത്. കോട്ടയത്ത് നിന്നും റാന്നിയിലേക്ക് ഓടുന്ന ധന്യ ബസ്സിന് ജീവനക്കാരാണ് പ്രതിഷേധിച്ചത്. വിശദാംശങ്ങളുമായി ശ്രീരാജ് ഉണ്ട് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീരാജ്, നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളത് ഈ വൈകി ഓടുന്നതുമായി ബന്ധപ്പെട്ട് പ്രൈവറ്റ് ബസ്സുകൾ തമ്മിലുള്ള തർക്കങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രിയദർശിനി പദ്ധതി വന്നതോടുകൂടി പ്രതിസന്ധിയിലായ സ്വകാര്യ ബസ്സുകൾ ഈ സമയം തെറ്റിച്ചോടുന്ന KSRTCകളെ തടയുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്തുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എന്താണ് ഇതിൽ സംഭവിച്ചത്? ഗൗതം, അങ്ങനെ തന്നെയാണ്. ഈ KSRTC ബസ് സമയം താമസിച്ചാണ് ഓടിയതെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഈ പ്രൈവറ്റ് ബസ് ജീവനക്കാർ ബസ് തടയുകയും അതുപോലെ തന്നെ ഈ ഡ്രൈവറും കണ്ടക്ടറുമായി വാഗ്വാദത്തിൽ ഏർപ്പെടുകയും ചെയ്തത്. സാധാരണഗതിയിൽ നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ സ്വകാര്യ ബസ്സുകൾ തമ്മിൽ ഇത്തരത്തിലുള്ള തർക്കങ്ങൾ ഏർപ്പെടാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത്തരത്തിൽ KSRTC ബസ്, അത് പ്രിയദർശിനി പദ്ധതി കൂടി വന്നതോടുകൂടി സാധാരണഗതിയിൽ സ്ത്രീകൾ യാത്രക്കാരെല്ലാം തന്നെ KSRTC ബസ്സിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ ഈ സമയം തെറ്റിച്ചോടി പ്രൈവറ്റ് ബസ്സിന്റെ സമയത്ത് പ്രിയദർശിനി ബസ് ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും കോട്ടയം റാന്നി റൂട്ടിൽ ഓടുന്ന ധന്യ എന്ന ബസ്സിലെ ജീവനക്കാരാണ് ഇത്തരത്തിൽ KSRTC ബസ് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ചുങ്കപ്പാറയിൽ നിന്ന് മല്ലപ്പള്ളിയിലേക്ക് പോവുകയായിരുന്നു ഈ KSRTC ബസ്. എന്തായാലും മറ്റ് പ്രശ്നങ്ങളിലേക്കൊന്നും കടന്നില്ല. കയ്യാങ്കളി പോലുള്ള സാധാരണ കാണാറുള്ള രീതികളിലേക്കൊന്നും കടന്നില്ല. ബസ് തടയുകയും ഡ്രൈവറും കണ്ടക്ടറുമായി ചെറിയ രീതിയിൽ ഒരു വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും മാത്രമാണ് ചെയ്തത്. ഗൗതം, ശരി, ശ്രീരാജാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് സമയക്രമം തെറ്റിച്ചുള്ള യാത്രയെ സംബന്ധിച്ചുള്ള തർക്കം ഇപ്പോൾ പത്തനംതിട്ടയിൽ ഉണ്ടായിരിക്കുന്നത്.